ഇന്ന് 4 മണി ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് കയറിയപ്പോഴേക്കും കണ്ണൻകുട്ടി ഇതാ വാഴയിലായിട്ട് വന്നിട്ടുണ്ട്. അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനാണെങ്കിൽ തരിമണിയും ചായയും വറക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നേ. കുറച്ച് നാളികേരം ചിറകിയിരിക്കുന്നുണ്ടായിരുന്നു. അത് വിചാരിച്ചിട്ടാണ് ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നത്. വാഴയില പൊട്ടിച്ചോടുന്നിട്ട് അട ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഉണ്ടാക്കി തരില്ലെന്ന് പറയാനും തോന്നിയതുമില്ല കേട്ടോ. നോക്കുമ്പോഴാണെങ്കിൽ അരിപ്പൊടി കുറച്ച് കുറവാണ്. എന്തായാലും നമുക്ക് 3 ആൾക്കുള്ള അട ഉണ്ടാക്കാനുള്ള അരിപ്പൊടിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അരിപ്പൊടിയൊക്കെ വാട്ടി കുഴച്ച് വെച്ചിട്ട് ദാ ഇലയൊക്കെ വാട്ടി വെച്ചു. എന്നിട്ട് ശർക്കര അല്ലായിരുന്നു, പഞ്ചസാരയും നാളികേര ഏലയ്ക്കും കൂടെ മിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇലയിൽ ഇതാ മാവൊക്കെ അങ്ങനെ പരത്തി വെച്ചിട്ട് നമ്മുടെ ഈ മിക്സ് അല്ലേ, നാളികേരത്തിൻ്റെ മിക്സ് അതിനിട്ട് കൊടുത്തിട്ട് അടച്ചങ്ങോട്ട് കൊടുക്കുക. അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ വെറുതെ ചുമ്മാ ഒന്നങ്ങോട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഒരു 3 എണ്ണം നമ്മൾ ആവിയിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഡ്ഡലി തട്ടില്ലാത്തതുകൊണ്ട് ഇങ്ങനൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലെ അരിപ്പപാത്രം വെച്ച് അതിനകത്ത് നമ്മുടെ ഇലയുടെയും കൂടെ വെച്ചിട്ട് അടച്ച് വെച്ച് ആവിയിൽ വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ഇലയുടെ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. കൂട്ടത്തിൽ കട്ടൻ ചായ. ഇതെല്ലാം കൂടെ എടുത്ത് ഉമ്മർത്ത് പോയിരുന്നിട്ടാണ് കഴിക്കുന്നത്. 2 അംഗം വിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൽ വലുതേതാ ചെറുതേതാന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന പ്രശ്നം. എന്തായാലും വലുത് ഞാൻ അങ്ങോട്ട് എടുത്തു, അതുകൊണ്ട് പിന്നെ ആ പരാതി അങ്ങോട്ട് തീരല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.